ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ബ്രസീൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ടത്. ഇതോടുകൂടി നെയ്മർ ജൂനിയറുടെ ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും കാർലോ ആഞ്ചലോട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. കാരണം നെയ്മർ ജൂനിയറെ ബ്രസീൽ മിസ് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്നിരുന്നാലും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നെയ്മറെ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഇപ്പോൾ ദിനം പ്രതി ശക്തമായി വരികയാണ്. ഇതേക്കുറിച്ച് കാസെമിറോ ഈ മത്സരത്തിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച 3 താരങ്ങളിൽ ഒരാളാണ്. അഥവാ മെസ്സി, ക്രിസ്ത്യാനോ എന്നിവർക്കൊപ്പമുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കാർലോ ആഞ്ചലോട്ടിയാണ് എന്നാണ് ഇപ്പോൾ കാസെമിറോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മറുടെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബ്രസീലിയൻ ദേശീയ ടീമിൽ ഒഴിച്ചുകൂടാനാവാത്ത താരമാണ് അദ്ദേഹം. പ്രത്യേകിച്ച് നെയ്മർ തൻ്റെ ഏറ്റവും മികച്ച ഫോമിൽ ആകുമ്പോൾ എൻ്റെ ജനറേഷനിലെ ഏറ്റവും മികച്ച 3 താരങ്ങളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ. മെസ്സി, ക്രിസ്ത്യാനോ എന്നിവർക്കൊപ്പം നിലകൊള്ളുന്ന താരമാണ് നെയ്മർ. ഞാൻ നെയ്മറുടെ അടുത്ത സുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് കാർലോ ആഞ്ചലോട്ടിയാണ്. ഇതാണ് കാസെമിറോ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിൽ വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ കാസെമിറോ ആഗ്രഹിക്കുന്നത്. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് അത് കാർലോ ആഞ്ചലോട്ടിയുടെ കൈകളിലാണ് എന്ന ഒരു യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. ഏതായാലും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുക, എന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു അവസരം ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. കാരണം നെയ്മറെ പോലെയുള്ള ക്രിയേറ്റീവായി കളിക്കുന്ന ഒരു താരത്തിന്റെ അഭാവം ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൽ വല്ലാതെ നിഴലിച്ച് കാണുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.